ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് നടന്നത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി എഫ് സിയുമായിട്ട്. മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു 3-2 എന്ന് പറയുന്ന സ്കോറിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കംബാക്ക്, എന്നാൽ പിന്നീട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ആ ഒരു സാഹചര്യമാണ് പറയേണ്ടത്. ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ പറയണം. കാരണം ആദ്യ പകുതിയിൽ ഏറെക്കുറെ മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു ഡോമിനേഷൻ തന്നെയായിരുന്നു അറ്റാക്കിംഗ് വൈസ് നോക്കുക. ഇപ്പോൾ കളിയുടെ തുടക്കത്തിൽ തന്നെ തിരി കൊടുത്തൊരു ചാൻസ്, അത് കരളിസിനൊരു അടിപൊളി അവസരമായിരുന്നു. അത് ഒരു ഗോൾ ലൈൻ സേവൊക്കെ നടത്തിയിട്ട് ആണ് ഈസ്റ്റ് ബംഗാൾ രക്ഷപ്പെടുന്നത്. അവരുടെ താരമായിട്ടുള്ള എക്ടോയൂസ്റ്റയുടെ ഒരു ഗോൾ ലൈൻ സേവ് ആയിരുന്നു. അങ്ങനെ മുംബൈ സിറ്റി എഫ് സി ഒരു അറ്റാക്കിംഗ് ഇത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബാക്ക് ടു ബാക്ക്. എന്നൊരു വെറൈറ്റി ലൈനപ്പൊക്കെയാണ്. ചാങ്തെ കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബിപിൻ സിംഗ് ഒരു വിങ്ങർ റോളിൽ, റൈറ്റ് വിങ് റോളിൽ കളിച്ചു. അങ്ങനത്തെ ഒരു രീതിയിലാണ് രണ്ട് ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്. അപ്പം ഈ ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ഡിസ്കസ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ചാങ്തയുടെ ഡിഫറെൻറ്റ് റോളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ചാങ്തയ്ക്ക് ഗോൾസ് വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബ്രാൻഡൻ ഗോവയിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രാൻഡൻ്റെ ഒരു കിടു അസിസ്റ്റും അതേപോലെ തന്നെ ഒരു അടിപൊളി റൺ നടത്തിയിട്ട് ചാങ്തയുടെ ഒരു അടിപൊളി ഒരു ഗോളും വരുന്നത്. ഒരു മാൻഡ്രക്ക് എഫക്റ്റ് ആയിട്ട് അന്നേരം തന്നെ അത് മാറി എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് മുന്നിലെത്തുന്നത്. പിന്നീട് പക്ഷേ ബ്രാൻഡൻ ഒരു ഇഞ്ചുറി പറ്റി. അദ്ദേഹം ഓൾറെഡി ഒരു ഇഞ്ചേർഡ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബാൻഡേഡൊക്കെ ചുറ്റിയാണ് പുള്ളി കളിച്ചിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. പിന്നീട് ജയശ്രാനെ വന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ കരളിസിൻ്റെ ഒരു ഗോള് വരുന്നത്. സോ അങ്ങനെ 2-0 എന്ന് പറയുന്ന ഒരു ലെവലിൽ ഫസ്റ്റ് ഹാഫ് കംഫർട്ടബിളായിട്ട് നിർത്താൻ സാധിച്ചു. പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒരു മുംബൈ സിറ്റി എഫ് സിയുടെ ഡോമിനേഷനൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഓസ്കാർ ബ്രൂസോൺ എന്ന് പറയുന്ന റിയൽ ടാക്ടീഷ്യൻ, അദ്ദേഹം കുറച്ച് ചേഞ്ചസ് വരുത്തി ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പം നിഷു കുമാർ വന്നു, മഹേഷ് വന്നു, ഡേവിഡ് വന്നു. സോ ഈ ചേഞ്ചസ് തീർച്ചയായിട്ടും ഒരു എഫക്റ്റീവായിട്ട് മാറി. പിന്നീട് നമ്മൾ കണ്ടത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഡോമിനേഷനാണ്. അറ്റാക്കിംഗ് ബേസ് ബാക്ക് ടു ബാക്ക് അറ്റാക്കുകൾ തന്നു. അതിൽ പല അവസരങ്ങളും ഗോളിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. രഹനേഷിൻ്റെ നല്ല സേവുകൾ നമുക്ക് കാണാനൊക്കെ സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ ആദ്യത്തെ ഒരു ഗോൾ വരുന്നത്. അത് നിഷു കുമാറിൻ്റെ ഒരു ലോങ് ബോളാണ്. സോ അതിനുശേഷം അത് മഹേഷിന് കിട്ടി. മഹേഷിൻ്റെ ഒരു ഷോട്ട്, നല്ലൊരു സേവ് രഹനേഷ് നടത്തിയതാണ്. പക്ഷേ അത് വിഷ്ണുവിന് കിട്ടി. വിഷ്ണു ഒരു കട്ട് ബാക്ക് എനിക്കൊന്ന് ദിമിക്ക് കൊടുത്തതാണ്. പക്ഷേ അവിടെ വീണ് കിടന്ന സഹിൽ എൻ്റെ പൻവാറിൻ്റെ കാലിൽ തട്ടി അകത്ത് കയറി. അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഗോളും ഈ പറയുന്നതുപോലെ ഒരു ലോങ് ബോൾ വന്നിട്ട് അത് എനിക്കൊന്ന് ഹെക്ടർ യൂസ് ചെയ്യാൻ തോന്നുന്നു. കാരണം അന്നേരം എനിക്ക് നെറ്റിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഹെഡ് ബോൾ കൊടുക്കുന്നു. ഒരു അടിപൊളി ഫിനിഷ് ഡേവിഡ് നടത്തുന്നത്. ഡേവിഡിൻ്റെ ഒരു കിടിലൻ ഗോളെന്ന് തന്നെ പറയാം. കാരണം സാധാരണഗതി ഞാനത് ഒരു സാധാരണ ഒരു ഫോറിൻ പ്ലെയറൊക്കെയാണ് അടിക്കുന്നത് ഞാൻ അങ്ങനെ പറയില്ല. പക്ഷേ ഇതൊരു ഇന്ത്യൻ പ്ലെയറിൻ്റെ പുള്ളിയുടെ ഗോളുകൾക്കൊക്കെ എന്തോ ഒരു ക്ലാസ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഫാർ അദ്ദേഹം 3 ഗോൾസ് അടിച്ചിട്ടുണ്ട് ISL. 250 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. നമ്മളൊരു നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു താരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കൂടുതൽ ഗെയിം ടൈം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി എന്താണെങ്കിലും ഉണ്ട്. അങ്ങനെ 2-2 വീണ്ടും 1-2 ഗോളുകൾ ഈസ്റ്റ് ബംഗാൾ അടിക്കും എന്നുള്ള ഒരു പ്രതീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ തരത്തിലുള്ള ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈസ്റ്റ് ബംഗാൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ നന്നായിട്ട് കളിക്കുമ്പോൾ റണ്ണൗട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്നത് എന്തൊരു കഷ്ടമാണ്. അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിനൊരു വിലയായി മാറിയത്. പിന്നെ കരളിസിൻ്റെ ലക്ഷ്യമായിട്ടുള്ളൊരു ബോൾ കൊടുക്കുന്നു. അത് ആദ്യം അൻവർ സ്ലൈഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ നോക്കിയാണ്, അത് കിട്ടിയില്ല. അത് ഇജാസി മേറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കും സംഭവിച്ചു. അത് കരളിസിന് കിട്ടി. ഒന്നാന്തരമായിട്ട് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു 86ാമത്തെ മിനിറ്റിലോ മറ്റുമാണ് ആ ഒരു ഗോൾ വരുന്നത്. പിന്നീട് ഈസ്റ്റ് ബംഗാൾ കിണഞ്ഞ് ശ്രമിച്ചു ആ ഒരു അടുത്ത ഗോളിലേക്ക് എത്താൻ. പക്ഷേ അതിലേക്കൊന്നും എത്താനായിട്ട് സാധിച്ചില്ല. 3-2 എന്ന് പറയുന്നൊരു സ്കോറിൽ അവസാനിക്കേണ്ടി വന്നു. ഇപ്പം ദിമിയുടെ ഒരു നല്ല ഷോട്ട് ഉണ്ടായിരുന്നു. ക്ലൈറ്റൻ ട്രൈ ചെയ്തു. അങ്ങനെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഡിഫെൻസീവ്ലി അവർ കോമ്പാക്റ്റായി നിന്നു. രഹനേഷിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ എനിക്ക് ഈ മാച്ചിൽ യോൽ വാനീഫാണ് സെക്കൻഡ് ഗോളിന് അസിസ്റ്റ് ചെയ്തത്. അതായത് ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ എങ്ങനെ ആകണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇങ്ങനത്തേക്ക് ഒരു പ്ലെയറാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ KBC ഫാൻ എന്നൊക്കെ അതിൽ പറയുകയാണെങ്കിൽ നമ്മളാക്കി ആഗ്രഹിക്കുന്നത്. സോ എന്തായാലും മുംബൈ സിറ്റി എഫ് സിയുടെ ഈ ഒരു വിജയം അവരെ ടോപ്പ് 5 എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ ഈസ്റ്റ് ബംഗാളിനും പോയിന്റ് ടേബിളിലേക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായിരുന്നു ഈ മത്സരത്തിലേക്കുള്ള ഒരു വിജയം. നന്നായിട്ട് കളിച്ചു. നമുക്കൊരു നല്ല ഗെയിം കാണാൻ കഴിഞ്ഞു എന്നുള്ള ആസ് എ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന മത്സരം കൂടിയായിരുന്നു
ഇത് എന്നുള്ളതാണ്. പിന്നെ പ്രബീർ ദാസ് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഈ ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലാണെങ്കിലും മുംബൈ സിറ്റി എഫ് സി കുപ്പായത്തിൽ അരങ്ങേറ്റമൊക്കെ നടത്തിയിരുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? കമ്പോസ് ചെയ്യാൻ കാണിക്കുന്ന സൈനിങ് ഓഫ്.